ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പഴയ ഒരു കേസ് ഓർമ്മിക്കേണ്ടത്, ദിലീപ് കേസ് വന്ന ഓർമ്മയുണ്ട്. എല്ലാവരും നമ്മൾ പറയുമ്പോൾ കുറ്റം പറയും. ദിലീപ് കേസിനകത്ത് കൃത്യമായ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ദിലീപ് കേസിന്റെ സമയത്താണ് നമ്മുടെ VS അച്യുതാനന്ദൻ പറഞ്ഞത്, വിൽക്കരുത്, കൊടുക്കരുത്. ഈ രാജ്യത്തിന്റെ, കേരളത്തിന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള സാധനമാണ്. 40,000 കോടി രൂപയ്ക്ക് പോലും കിട്ടത്തില്ല കോളം കൊട്ടാരം. ആ കോളം കൊട്ടാരം 400 കോടി രൂപയ്ക്ക് കൊടുത്തു. ഏതെങ്കിലും അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, വലിയ ന്യായം പറഞ്ഞ രമേശ് ചെന്നിത്തല മിണ്ടിയോ? BJP മിണ്ടിയോ? ആരും മിണ്ടില്ല. ഇവർ 3 പേരും കൂടെ ഇത് മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യാതിരിക്കാൻ, ഞാനീ പറഞ്ഞില്ലേ, കുൽസിതം, അന്നത്തെ ഒരു ഇരയായിരുന്നു ഈ കേസിൻ. ദിലീപിനെ ചർച്ച, അതിന്റെ ദിലീപിന്റെ പുറകെ പോവുക. ആ കേസ് അങ്ങനെ, അത് അന്ന് ഭയങ്കരമായിട്ടൊരു പിന്നെ വന്ന വാർത്ത. ഇതും അതും ഒക്കെ ഒരുപോലെയുള്ള ഒരു സംഭവം അല്ലേ? തീർച്ചയായിട്ടും. ശബരിമല എന്ന് പറയുന്ന കൊള്ളക്കേസ്, ആ കൊള്ളക്കേസിനെ മറയ്ക്കാനായിട്ട് ആസൂത്രിതമായിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇവിടെ CMന്റെ ഓഫീസ് വാർ റൂമായിട്ടിരുന്നു കൊണ്ട് പ്ലാൻ ചെയ്ത ഒന്നാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട് മാഷ്. അതായത് കാനഡയിൽ നിന്നൊരു ഇമെയിൽ അയച്ചാൽ ഉടനെ അങ്ങ് പിടിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മളെല്ലാം ഇപ്പോൾ അറസ്റ്റിലാവണമല്ലോ. ആർക്ക് വേണമെങ്കിൽ ഈ കുൽസിതം ചെയ്തുകൂടെ? ഇതിന്റെ വിശ്വാസ്യത എത്രമാത്രമുണ്ട്? മാഷ് കുൽസിതം ചെയ്യണമെന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.